CPIയുടെയും AADUCയുടെയും സമുന്നത നേതാവായിരുന്ന സഖാവ് MK രഘുവിന്റെ 12ാമത് ചരമവാർഷിക ദിനാചരണം ചെറായി ഗൗരീശ്വര ക്ഷേത്ര മൈതാനിയിൽ നടന്നു. ദിനാചരണ കമ്മിറ്റിക്ക് വേണ്ടി OT ആന്റണി, VK ബാബു, CPM വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി KL ദിലീപ് കുമാർ. അനുസ്മരണ സമ്മേളന ഉദ്ഘാടനം സഖാവ് പന്നൻ രവീന്ദ്രൻ, സഖാവ് കമല സദാനന്ദൻ, CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, സഖാവ് KM ദിനകരൻ, CPM ജില്ലാ സെക്രട്ടറി, സഖാവ് താര ദിലീപ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, സഖാവ് KK ദിലീപ് കുമാർ, CPM വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി, സഖാവ് PO ആന്റണി, CPM ജില്ലാ കൗൺസിൽ അംഗം, സഖാവ് MN സുധീഷ്, CPM ചെറായി ലോക്കൽ കമ്മിറ്റി എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. എല്ലാവരും ഇന്ന് പ്രവർത്തിച്ചു പോരുന്നവരെ അല്ല, മുൻകാല സഖാക്കൾ നമ്മുടെ നാടിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മറ്റ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു. വളരെ ദുഷ്കരവും അതിസങ്കീർണവുമായ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് നമുക്ക് മുൻപേ പോയ സഖാക്കൾ നമ്മുടെ നാടിനായി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനായി എല്ലാം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സഖാവ് MK രഘു നമ്മോടൊത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങി വന്നത്. അവർ പിന്നിട്ട വഴികളാണ് നമുക്ക് എന്നും മാതൃകയായിട്ടുള്ളതും നമ്മൾക്ക് എക്കാലവും ദിശാബോധം നൽകിയിട്ടുള്ളതും. അതീവ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ സഖാവ് MK രഘുവിനെ പോലെയുള്ള സഖാക്കൾ കാണിച്ചു വന്ന മാതൃകകളും പോരാട്ട വഴികളുമെല്ലാം നമുക്ക് ഇന്നത്തെ പോരാട്ടത്തിന് തീർച്ചയായും പ്രചോദനമേകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനോ സംസാരത്തിനോ ഞാൻ മുതിരുന്നില്ല. ഈ സമ്മേളനത്തിൽ, അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക്, വേദിയിലും സദസ്സിലുമുള്ളവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. 12ാമത് ഓർമ്മ ദിനമാണ് ഇന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച് നമ്മൾ വിട്ടുപിരിഞ്ഞ രഘു ഈ പ്രദേശത്തെ ജനമനസ്സുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നൊരു സൂചനയാണ് ഈ ഓർമ്മ ദിനത്തിലെ ജനപ്രതിനിധി. കമ്മ്യൂണിസ്റ്റുകാർ നാട്ടിൽ മറ്റെല്ലാ പ്രസ്ഥാനത്തിനും വ്യത്യസ്തരാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നാട്ടിന് വേണ്ടി. നാട്ടിന് വേണ്ടി പ്രവർത്തിക്കാൻ സ്വയം തീരുമാനിച്ചു വരുന്നവരാണ് നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അങ്ങനെയുള്ളൊരു പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ കാലവും ഓർത്തുകൊണ്ടേയിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമുക്ക് അത്തരം ആളുകളെ നിരന്തരമായി ഓർത്തുകൊണ്ടേയിരിക്കണം. ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നമ്മുടെ നാട്ടിൻ്റെ വളർച്ചയുടെ അടിത്തറ സൃഷ്ടിച്ച ചരിത്രമാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ നാടിൽ, കേരളം, ഈ കേരളത്തിന് വരുന്നൊരു പേര് ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ. അപ്പോൾ ചോദിക്കും, ദൈവത്തിലെ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ നാടല്ലേ? കേരളം മാത്രമേ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്നു. വിദേശത്ത് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷമാണ്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്നാൽ പഴയകാലത്ത് എന്തായത്? ഈ പ്രദേശം പഴയകാലത്ത് ഭ്രാന്താലയമായിരുന്ന കാര്യം ഓർക്കും.
നമ്മളാരും ഓർക്കുന്നില്ലല്ലോ. ഒരു ഭ്രാന്താലീയമായ നാടിനെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റി. അങ്ങനെ വെറുതെ മാറിയതാണോ? അല്ല. അങ്ങനെ മാറ്റാൻ വേണ്ടി ഒരുപാട് മനുഷ്യർ ധീരമായി പോരാടി മാറ്റിയതാണ്. അതിലേറ്റവും പ്രധാനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം. നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു പേരുണ്ട്, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നമ്മുടെ നവോത്ഥാന നായകൻ ആദ്യമായി ഇവിടെ ആരംഭിച്ചൊരു വലിയ സമരം ഒറ്റയാൻ സമരമാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒറ്റയാൻ സമരം. ആ സമരം ആരോട് ആരംഭിച്ചത്? പോളൂരിട്ട് നടക്കുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ. എങ്ങനെയാ സമരത്തിന് സാമ്പിൾ? അദ്ദേഹം അരുവിപ്പുറത്ത് കൊണ്ടുപോയിട്ട് ശിവരാത്രി നാളിൽ ഒരു ബിംബം പ്രതിഷ്ഠിച്ചു, ദൈവത്തിൻ്റെ. അപ്പം ചോദിച്ചു ബ്രാഹ്മണർ, നീ ആരെയാ പ്രതിഷ്ഠിച്ചത്? ഗുരു പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ പ്രതിഷ്ഠിച്ചു. അത് ബ്രാഹ്മണർക്ക് വലിയ തിരിച്ചടിയാണ്. അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ദൈവത്തെ പ്രതിഷ്ഠിക്കാനുള്ള അധികാരം. ദൈവത്തെ തൊഴണോ ബ്രാഹ്മണനെ പറ്റും, മറ്റുള്ളവർക്ക് ദൈവത്തിനടുത്ത് പോയിക്കൂടാ. ദൈവത്തിനും ഒരുപാട് ഐക്യമുള്ളൊരു കാലമാണ്. ആ കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയ ആ പ്രസ്ഥാനം, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി, വാഗ്ബടാനന്ദ സ്വാമി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം ഏറ്റവും ശക്തമായി വന്ന കാലത്താണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി മനുഷ്യ അനുവാദം വേണം. മനുഷ്യന് ദൈവത്തെ കാണാൻ അമ്പലത്തിൽ പോയിക്കൂടാ. അമ്പലത്തിലെല്ലാം വേദിയുണ്ട്. ഒന്ന്, ബ്രാഹ്മണർക്ക് അകത്ത് കയറാം, നായന്മാർക്കോ അടുത്ത വേദിക്കകത്ത, ഈഴവർക്ക് അതിലപ്പുറത്തെ വേദിയാണ്, പിന്നോക്കക്കാർക്ക് പട്ടികജാതിക്കാർക്കോ അവർക്ക് പിറകിലത്തെ വേദിയാണ്. അങ്ങനെ വേലി കെട്ടി മനുഷ്യനെ മാറ്റിയ ഒരു കാലത്താണ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരുപാട് സമരങ്ങൾ. ആ സമരത്തിലൊന്നാണ് നമുക്ക് ഓർമ്മയുണ്ടാവും, ഗുരുവായൂരിലെ ദൈവത്തെ കാണാൻ സമരം. ഗുരുവായൂർ അമ്പലത്തിൽ, നമ്മുടെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ എത്ര ആളുകൾ പോകുക, എത്ര ഭക്തജനങ്ങളാണ് വരുന്നത്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ വരിക. ഇപ്പം നമ്മളെ പ്രധാനമന്ത്രി തന്നെ വന്നല്ല പറയാം, മോഡി എവിടെ ഒരു കല്യാണത്തിന് വന്നു മോഡി. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൻ്റെ പ്രസിദ്ധി നിങ്ങൾ മനസ്സിലാക്കും. ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ആർക്കും പോകാൻ പറ്റൂല എന്നാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ യേശുദാസിനൊരു നോട്ടം അങ്ങോട്ടൊന്ന് പോകണം. അപ്പം നമ്മളെ വയലാറിൻ്റെ പാട്ടുണ്ടായിരുന്നു, ഗുരുവായൂർ അമ്പലനടിയിൽ ഒരു ദിവസം ഞാൻ ചെല്ലും, ഗോപുരവാതിൽ തുറക്കും ഗോപകുമാരനെ കാണും. അങ്ങനെ നമ്മുടെ നാട് എത്ര സമരം നടന്നതാണ്. ഗുരുവായൂരമ്പലത്തിന് പുറത്ത് സമരം നടക്കുമ്പോൾ ആ സമര വളണ്ടിയർമാരെ അന്ന് തല്ലാൻ നിർത്തി ആരെയാണെന്നറിയാം? നായന്മാർ. നായന്മാർക്കും ദൈവത്തെ കാണാൻ അങ്ങനെ പോയിക്കൂടാ. നായന്മാരെ നിർത്തി, അവർ ജോലിക്കാരാണ്. നായന്മാർ നന്നായി അടിച്ച് AKG, കേളപ്പൻ, കൃഷ്ണപ്പിള്ളയെ വളഞ്ഞിട്ട് തല്ലുമ്പോൾ കൃഷ്ണപ്പിള്ള പറഞ്ഞു, ചൊണിയുള്ള നായറും മണിയടിക്കും, പിന്നെ പേരിയാൻ പറയുന്നില്ല, പുറത്തടിക്കും. അങ്ങനെയൊരു സമരം നടന്ന നാടായി ഈ നാട്. ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹം. വൈക്കത്ത് മഹാത്മാഗാന്ധി വന്നപ്പോൾ വൈക്കത്ത് തമ്പുരാനെ കാണാൻ പറ്റിയില്ല. ഗാന്ധി അനുവാദം കൊടുത്ത് ഗാന്ധിക്ക്. പക്ഷെ അടുത്തെത്തിയപ്പോൾ തമ്പുരാൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നീ ബ്രാഹ്മണരുടെ കുലത്തിൽപ്പെട്ട പിന്നോക്കക്കാരനാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സ്ഥലം വെച്ചിരിക്കുന്നു, എന്തിന്? ഇരിക്കാൻ. അങ്ങനെ മഹാത്മാഗാന്ധിയെപ്പോലും അകറ്റേർച്ച നാടായി ഈ നാട്. ആ നാട്ടിൽ വന്ന
മാറ്റങ്ങളുടെ ഭാഗമാണ് ഇന്ന് കാണുന്ന ദൈവത്തിന് സ്വന്തം നാട്. ഞാൻ പലപ്പോഴും ആലോചിക്കുക, ഇന്ന് നമ്മളെ സ്ത്രീകളില്ലേ, ഈ വഹിക്കുന്ന സ്ത്രീകൾ, ഈ സ്ത്രീകളൊക്കെ വേഷവിധാനങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ എന്തൊരു അലങ്കാരമാണ്. അന്ന് ബ്ലൗസ് ഇടാൻ പറ്റുമോ? ഇല്ല. സാരി ഉടുക്കാൻ പറ്റുമോ? ഇല്ല. അരക്കുമേലെ വസ്ത്രം പറ്റുമോ? ഇല്ല. കാരണം എന്താ? മാരടം കാണുന്നു. ആർക്ക്? വേണ്ടപ്പെട്ട ആളുകൾക്ക്. ആരാ വേണ്ടപ്പെട്ടത്? തമ്പുരാക്കന്മാർ. ഓരോ മാരടം കാണും. കണ്ടാലോ ഉദ്യോഗസ്ഥന്മാർ കൂടിയുണ്ട്. എന്തിനാണ്? മുലേൻ്റെ കരം നിശ്ചയിക്കാൻ. മുലക്കരുമ്പുന്ന നാട് ഈ നാടാണ്. മുലക്ക് കരമേ. നമ്മൾ മുല എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിനകത്തുള്ളൊരു ഓർമ്മ എന്താ? അമ്മേൻ്റെ മുലപ്പാലല്ലേ. സ്വന്തം അമ്മയുടെ മുലപ്പാലിനെ കുറിച്ച് ഓർക്കാത്ത മനുഷ്യരുണ്ട്. നമ്മൾ പിറന്നു വീടാൻ നമ്മളാക്കുന്ന അമ്മയല്ലേ. ആ അമ്മയുടെ മുല, അതാ മുലപ്പാൽ. ആ മുലക്ക് കരമേർപ്പെടുത്തിയ നാട് നമ്മളെപ്പോലെ വേറെ വല്ല നാടും ഉണ്ടോ? അവസാനം നങ്ങേരി എന്ന് പറയുന്നൊരു സ്ത്രീ പറഞ്ഞ്, പറഞ്ഞ മഹാരാജാവിനോട് ഇങ്ങോട്ട് ആളെ അയക്കണ്ട, ഇത് രണ്ടും കൊണ്ട് തീർത്തോ. 2 മൂലയും ചെത്തിക്കൊടുത്തു. അവരതോടെ രക്തസാക്ഷിയായി. അത്ര വലിയ സമരം നടന്നൊരു നാടായി ഈ നാട്. ആ സമരത്തിൻ്റെ പിന്നാലെ വന്നാണ് തൊഴിലാളി വർഗത്തെ സമരം. നമ്മളിപ്പം ദേശീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പം ഈ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ. എന്നാൽ കേരളത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളന്ന് തമ്പുരാക്കന്മാരുടെ കയ്യിലായിരുന്നു. മലബാർ മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. തിരുവിതാംകൂറും കൊച്ചി തമ്പുരാക്കന്മാരുടെ കയ്യിലായിരുന്നു. അന്ന് തിരുവിതാംകൂറിലെ തമ്പുരാനാണ് സർ സി പി പറഞ്ഞെന്താ അറിയോ? എൻ്റെ നാടൊരു പ്രത്യേക നാടാണ്. ഈ നാട് പ്രത്യേകം നിലനിൽക്കും. കാരണം ബ്രിട്ടീഷുകാരൻ പറഞ്ഞിരുന്നു, നാട്ടുരാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം. അങ്ങനെ 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ആ രാജ്യങ്ങളിലും സ്വന്തമായ തീരുമാനമെടുക്കാൻ അധികാരം കൊടുത്ത ബ്രിട്ടീഷുകാരൻ. കാരണം അവൻ നമ്മുടെ നാട് മുടിച്ചിട്ട് പോകുന്നതല്ലേ. അങ്ങനെ അധികാരം കൊടുത്ത ബ്രിട്ടീഷുകാരനെ നമ്മുടെ നാട്ടിൽ നിന്ന് ആ ബ്രിട്ടീഷുകാരൻ പറഞ്ഞ പോലെ പ്രത്യേക രാജ്യമുണ്ടാക്കാൻ തീരുമാനിച്ച സർ CPയെ മൂക്കില്ലാത്ത പറഞ്ഞയച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള കാര്യം മറക്കുമോ? എന്താ ചെയ്തത്? CP പറഞ്ഞു, തൊഴിലാളികൾ സമരത്തിലാണ്, കയർ തൊഴിലാളികൾ. സമരത്തിന് നേതാവ് സഖാവ് TV ആയിരുന്നു. TVനെ വിളിച്ചു, ഒന്ന് സംസാരിക്കണം, നമുക്ക് നേരിട്ട് സംസാരിക്കണം. ആരാ പറഞ്ഞ? CP. TVയോടെ പോയപ്പോൾ TVയോട് പറഞ്ഞു, TV, നിങ്ങളെല്ലാ ഡിമാൻഡും ഞാൻ അംഗീകരിക്കാം. ഒരു കാര്യത്തിന് മാത്രം നമ്മളെന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോകാനോ? എന്താ? ഈ തിരുവിതാംകൂർ സ്ഥിരമായൊരു പ്രത്യേക രാജ്യമായി നിൽക്കും. സ്വാതന്ത്ര്യം കിട്ടിയാൽ സ്വതന്ത്ര ഇന്ത്യയിൽ തിരുവിതാംകൂർ ഉണ്ടാവില്ല. നമുക്കൊരു പ്രത്യേക ഭരണം, അതിന് അമേരിക്കൻ മോഡൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. TVയോട് പറഞ്ഞു, TV, തൊഴിലാളികൾക്ക് കൂലി എത്ര പണം കൊടുക്കാം, ബോണസ് കൊടുക്കാം, ആനുകൂല്യം കൊടുക്കാം, എത്ര പൈസയും കൊടുക്കാം. പക്ഷെ ഒറ്റ കാര്യം, ഞാൻ ഇവിടെ തന്നെ ഭരിക്കും. TV പറഞ്ഞു, മിസ്റ്റർ CP, നിങ്ങൾക്ക് തൊഴിലാളി വർഗത്തെ അറിയില്ല. നമ്മുടെ രാജ്യമാണ് അവർക്ക് വലുത്. രാജ്യമാണ് വലുത്. ജീവനേക്കാൾ വലുത് രാജ്യമാണെന്ന് കണക്കൊക്കെ തൊഴിലാളികളാ. നിങ്ങളെ മുമ്പിൽ നമ്മളെ മുട്ടുമടക്കില്ല. അപ്പോഴൊടനെ CP പറഞ്ഞു, TV, നിങ്ങൾക്ക് മനസ്സിലായോ? ഭവിഷ്യത്ത് മനസ്സിലായോ? എന്താ സംഭവിക്കുമെന്ന് അറിയാം. നിങ്ങൾ വെടിവെച്ചുമില്ലായിരിക്കും. അതിന് തയ്യാറായിട്ട് ഞാൻ വന്നതാണ്. TV തോമസ് ധീരമായി CPയുടെ മുമ്പിൽ വെച്ച് തിരിച്ചു വന്നു. തിരുവിതാംകൂർ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ സമരം പുന്നപ്രവല. ആ സമരത്തിൽ CPയുടെ പട്ടാളം വെടിവെച്ചു കൊന്നത് എത്ര പേരാണെന്ന് ഇപ്പം കൃത്യമായി കണക്കില്ല. ചരിത്രകാരന്മാർ പറയുന്നത് 800-ൽ പരം ആളുകളെ വെടിവെച്ചു കൊന്നതാണ്. എന്തിനാ വെടിവെച്ചു കൊന്നത്? തൊഴിലാളി വർഗം അമേരിക്കൻ മോഡൽ നടപ്പിലാക്കാൻ CP ശ്രമിച്ചപ്പം അത് പറ്റില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തുകൊണ്ട്
അവർക്ക് വേണമെങ്കിൽ അന്ന് CP പറയും പോലെ റെഡി എന്ന് പറഞ്ഞാൽ എത്ര കൂലിയും കിട്ടുമായിരുന്നു തൊഴിലാളിക്ക് കൂലിയല്ല പ്രശ്നം, രാജ്യമാണ് പ്രശ്നം. അങ്ങനെ 1946 ഒക്ടോബർ മാസം 27-ാം തീയതി ചരിത്ര പ്രസിദ്ധമായ പുന്നപ്രവലാർ സമരം. ആ സമരത്തിൽ മരിച്ചു വീണ മനുഷ്യർ അവരെ കൊന്നതിന് ശേഷം CP പറഞ്ഞു, ഇതാ കമ്മ്യൂണിസം തീർന്നിരിക്കുന്നു. എന്നിട്ട് തിരുവിതാംകൂറിൽ കമ്മ്യൂണിസം ഇല്ല. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ സകല വീടുകളിലെയും പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ച് വിളിപ്പിച്ചു വന്നു. 14 വയസ്സുള്ളൊരു കൊച്ചു പയ്യൻ, ആ പയ്യൻ്റെ പേര് അനകാശയൻ. ആ പയ്യനെ പിടിച്ചു കൊണ്ടുപോയി തല കൊണ്ടുപോയി കല്ലിൽ വെച്ചിട്ട് വെടിവെച്ച് തലച്ചോറ് ചിതറി മരിച്ചു ആ കൊച്ചു പയ്യൻ. എത്ര ക്രൂരമായിരുന്നു! ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കൊന്നപ്പോൾ CP പറഞ്ഞല്ലേ, ആ CPയെ മൂക്കില്ലാതെ പറഞ്ഞയച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. CPയുടെ ഭരണം പോയി. ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ തിരുവിതാംകൂറിലെ സമരം ആരാ നടത്തിയത്? കോൺഗ്രസ് ആണോ? അല്ല. മറ്റാരെങ്കിലും ആണോ? അല്ല. ആരാ സമരം നടത്തിയത്? കമ്മ്യൂണിസ്റ്റുകാര്, തൊഴിലാളികള്, അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ സാധാരണ തൊഴിലാളികൾ. ആ സമരത്തെയാണ് കോൺഗ്രസ് പറഞ്ഞത്. അന്ന് ആ സമരത്തെ പറ്റി പറഞ്ഞെന്താ? സമരം എന്ന് പറയുന്നത് തൊഴിലാളികളെ വഞ്ചിച്ച സമരം എന്നാ പറഞ്ഞത് കോൺഗ്രസ്സുകാർ. മാത്രമല്ല, സമരം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ഇന്ദ്രജിത്ത് ഗുപ്ത എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആഭ്യന്തരമന്ത്രിയായി വന്നപ്പം അദ്ദേഹം പറഞ്ഞു, പുന്നപ്രവലാർ സമരം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചു. ആ ചരിത്രം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഈ കേരളത്തിന്റെ അടിത്തറ സൃഷ്ടിച്ചത് മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ വളർത്തിയെടുത്ത ഈ കേരളം കമ്മ്യൂണിസ്റ്റുകാർ വളർത്തിയെടുത്ത പഴയ കാലത്തെ സ്ഥിതിഗതികൾ. ഒരാൾക്ക് നെഞ്ചുവേദന എന്ന് കേട്ടാൽ അയാളെ കൊണ്ടുപോകാൻ, എൻ്റെ പ്രദേശത്തൊക്കെ കൊണ്ടുപോകാൻ ചാക്കിൻ്റെ കട്ടിലുണ്ട്. കാരണം വാഹനം എവിടെയും വരില്ല, റോഡില്ല, പാലമില്ല, നടന്നു പോകാനുള്ള ഇടവഴികൾ മാത്രമേ ഉള്ളൂ. അവിടെയെങ്കിലും ഒന്നുമില്ല. എന്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലുമില്ല. അങ്ങനെയുള്ള നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഒന്നും എപ്പോഴാണ്? 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണാധികാരത്തിൽ വന്നപ്പം നമ്മൾ പറഞ്ഞു, 6 കാര്യങ്ങളിൽ മനുഷ്യന് സ്വയം പര്യാപ്തത വേണം. എന്താ 6 കാര്യങ്ങൾ? ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് വസ്ത്രം. ഭക്ഷണം മാത്രം പോരാ, തിന്നാൻ മാത്രം പോരല്ലോ. ഉടുപ്പ് വേണ്ട വസ്ത്രം, പിന്നെ പാർപ്പിടം, പിന്നെ വിദ്യാഭ്യാസം, പിന്നെ ആരോഗ്യം, തൊഴിൽ. 6 കാര്യങ്ങൾ പ്രാഥമികമായി കേരളത്തെ തുടങ്ങി വെച്ച. അതാണ് നമ്മുടെ നാട്ടിലെ ധർമാശുപത്രി ഉണ്ടായത്. ധർമാശുപത്രി മനുഷ്യനെ ചികിത്സ കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായി സൗജന്യമായിട്ട്. കേരളം പടിപടിയായി വളർന്നു വന്നത്, ഈ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം മാറ്റിമറിച്ചത് ഒരുപാട് മനുഷ്യരെ ജീവൻ കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കയ്യൂറിലും കരിവള്ളൂരിലും കാവുമ്പായിലും ഒഞ്ചിയത്തും അന്തിക്കാട്ടും എന്തിന് ഈ പ്രദേശത്താകമാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോരാടിയത്? അവർക്ക് വേണ്ടിയായിരുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ പോരാടി നേടിയെടുത്ത നേട്ടമാണ് കേരളത്തിൻ്റെ ഇന്നത്തെ കേരളത്തിന് അടിത്തറ ഗോഡ്സ് ഓൺ കൺട്രിയായി. ഇപ്പൊ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നമ്മുടെ രാജ്യത്തൊരു ഭരണം നടക്കുക, ആ ഭരണത്തിന് 10 വർഷമാവുന്നു. ഭരിക്കുന്ന പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ BJPയുടെ ഭരണം. BJP എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഒരുപാട് കാലമായിട്ടില്ല. BJPയാണ് രാജ്യം ഭരിക്കുന്നത്. BJP തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളോട് പറഞ്ഞെന്താ? സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പറയും പ്രകടന പത്രിക എന്ന് പറയും. നമ്മൾ പ്രകടന പത്രിക വെക്കുമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യത്തെ 5 വർഷം തികയുന്നതിന് മുമ്പ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തിയിരിക്കുന്നു.
അതിൽ8 കാര്യങ്ങൾ തുടർച്ചയാണ്, അതടുത്ത് നമ്മൾ നടപ്പിലാക്കും. ആരാ പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യം. ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കും. എല്ലാം ചെയ്തിരിക്കുന്നു കേരളത്തിൽ, നമ്മളെല്ലാം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഭരിച്ചൊരു ഗവൺമെന്റ് 5 വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. കേന്ദ്രത്തിലോ BJP വന്നു. വരുമ്പോഴെന്താ പറഞ്ഞത്? BJP ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കണമല്ലോ. കാരണം BJPക്കാരെന്ന് പറഞ്ഞാൽ വെറും നമ്മൾ പറയുമ്പോൾ അല്ല, കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ അല്ല, യഥാർത്ഥ ദൈവവിശ്വാസികളാണ്. ദൈവവിശ്വാസികൾ പറയുന്നത് നുണ പറയോ? ഇല്ല. നുണ പറഞ്ഞാൽ നരകത്ത് പോകണം. അതുകൊണ്ട് നുണയാരും പറയില്ല. അവർ സത്യസന്ധമായി പറയോ, ജനങ്ങൾ വിശ്വസിച്ച്. ആരാ പറഞ്ഞത്? മോഡി എങ്ങനെയാ പറഞ്ഞത്? അമ്പലത്തിൽ പോയി വന്നിട്ട്. അമ്പലത്തിൽ പോയി വരുത്തുവാണോ അത്രാണോ? അല്ല. നെറ്റിയിൽ നല്ല ഭസ്മക്കുഴി പൂശി. എന്നിട്ടോ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ സമ്മാനം തരാൻ പോവാ. നിങ്ങൾക്ക് ഇന്ത്യയിലെ പാവങ്ങൾക്കെല്ലാം നിങ്ങളെ കഷ്ടപ്പാട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാനൊരു ചായക്കടക്കാരൻ്റെ മോനാണ്, ഒരു തട്ടുകടക്കാരൻ്റെ മോനാണ്. നമുക്കൊരു തട്ടുകടയിൽ പോയി ചായ കുടിക്കുമ്പോൾ എന്തൊരു രസമാണ് നമുക്ക്. ആ തട്ടുകടക്കാരൻ പാവം നമ്മളെ ചായക്ക് ഒരു 10 രൂപ വാങ്ങുമ്പോൾ ആ പാവത്തിന് 1 രൂപയെങ്കിലും ലാഭം കിട്ടിയ തിരക്കുള്ള നമ്മൾ ആശിക്കൂലേ? അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യൻ, ഒരു ചായക്കടക്കാരൻ്റെ മോൻ. ആര്? മോഡി. അദ്ദേഹമോ പ്രധാനമന്ത്രിയാവുന്നത്. എവിടെ? ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി. നമുക്കോ സന്തോഷമായി. കാരണം എന്താ? ഒരു പാവപ്പെട്ടവനാ വരുന്നത്. ഇയാൾ ഇങ്ങനെ വന്ന ആളാ മോഡി. അദ്ദേഹം വരുമ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. എന്താ പാലിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സമ്മാനം തരും. ഏതാ സമ്മാനം? ഒരു സമ്മാനം എല്ലാവർക്കും തരും. ഈ രാജ്യത്ത് കോടാനുകോടി 1000 കോടി രൂപ ഇവിടെ കള്ളപ്പണമുണ്ട്. അതെനിക്കറിയാം. ആ പണമെല്ലാം ഞാൻ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ആർക്ക്? ജനങ്ങൾക്ക്. ജനങ്ങൾക്ക്? പാവപ്പെട്ടവർക്ക്. എത്ര തരും? ഓരോരുത്തർക്കും നേരിട്ട് തരുക, കയ്യിലല്ല. എല്ലാവർക്കും ബാങ്ക് മുഖാന്തരം. നിങ്ങൾക്ക് എല്ലാവരും ബാങ്ക് അക്കൗണ്ട് എടുത്തേക്കണം. ബാങ്ക് അക്കൗണ്ട് എടുത്താൽ ആ അക്കൗണ്ടിൽ കൂടി ഞാൻ പണം അങ്ങോട്ട് തരും. എത്ര തരും? 1 ലക്ഷമാണോ? അല്ല. 2 ആണോ? അല്ല. 5 ലക്ഷമാണോ? അല്ല. 10 ലക്ഷമാണോ? അല്ല. 15 ലക്ഷം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു 15 ലക്ഷം എനിക്കും കിട്ടിയ തിരക്കുള്ളല്ലോ. ഞാൻ ജമ്മത്തിൽ 15 ലക്ഷം കണ്ടിട്ടില്ല. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുണ്ട്. ഞാൻ 15 ലക്ഷം കണ്ടിട്ടില്ല. പാർലമെന്റിൽ ഞാൻ കണ്ടത് 3 ലക്ഷം. 3 ലക്ഷം ഉറുപ്പ്യ ഒരു കൈക്കൂലി കൊടുത്ത് പാർലമെന്റിൽ കൊണ്ടപ്പോൾ കണ്ടതാ 3 ലക്ഷം. 15 ലക്ഷം കിട്ടും. ആരോടാ പറഞ്ഞത്? പാവങ്ങളോട്. നിങ്ങളോ കൊത്തിയാൽ മതി. എവിടെ കുത്തണം? താമരക്ക്. എന്നാലോ നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാലോ ഉറപ്പാണ് നിങ്ങൾക്ക്. എന്താണ്? 15 ലക്ഷം. നിങ്ങൾക്കോ ബാങ്ക് അക്കൗണ്ട് എടുക്കണം. നിങ്ങൾക്കോ അതിനെപ്പറ്റി പിടിയുണ്ടാവില്ല. കാരണം എന്താ? ബാങ്കുമായിട്ട് ബന്ധവുമില്ല. ഞാനോ ബാങ്കുകാരോട് പറയുന്നുണ്ട്, എന്താണ്? ഡെപ്പോസിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് നേരെ തരാൻ. ഇന്ത്യയിൽ കോടാനുകോടി ജനങ്ങൾക്ക് കൊടുക്കുന്ന പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വന്ന മോഡി പറഞ്ഞ്, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോവാ. എല്ലാ പാവപ്പെട്ട ആളുകളും പോയി ബാങ്കിൽ പോയി, നിങ്ങൾ പോയി അക്കൗണ്ട് എടുക്കണം. പാവപ്പെട്ട ആളുകൾ ക്യൂ നിന്ന് അക്കൗണ്ട് എടുത്തു. എവിടെ? ബാങ്കിൽ എല്ലാവരും പോയി അക്കൗണ്ട് എടുത്തു. 7.25 കോടി ജനങ്ങൾക്ക് അക്കൗണ്ട് എടുത്തു. കേരളത്തിൽ ആരും പോയില്ല. നമുക്കറിയാലോ ഈ ഏർപ്പാട്. അക്കൗണ്ട് എടുത്തു. അവര് കാത്തിരിപ്പാണ്. എന്ത് വരും? പണം വരും. എവിടെയാ വരുന്നത്? അക്കൗണ്ടിൽ. ഓരോ ക്യൂ ആണ്. ഒരു ദിവസം ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പം, ഞാൻ പാർട്ടി സമ്മേളനത്തിന് പോയിട്ട് ഹൈദരാബാദിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ നീണ്ട ക്യൂ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാങ്കിൽ പണം വന്നെന്ന് പറഞ്ഞ് ക്യൂ. അപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞ് വന്നിടത്തുള്ള പണം തീർന്നു പോയി, നാളെ വീണ്ടും വരുന്ന. ഈ പാവങ്ങളെ ഇതുപോലെ വഞ്ചിച്ചൊരു ഭരണാധികാരി ഉണ്ടാവും.
അത് മാത്രമല്ലല്ലോ, അവർ പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്ന പെട്രോളിന് 50 രൂപക്ക് പെട്രോൾ തരും, ഡീസലും അതുപോലെ തന്നെ. പിന്നെ വേറെ ഒന്നും കൂടി പറഞ്ഞു, ഗ്യാസ് കുറ്റി സ്ത്രീകൾ നിങ്ങൾ മനസ്സിലാക്കോ, ഗ്യാസിന് 50 രൂപക്ക് ഒരു കുറ്റി തരും. പറഞ്ഞില്ലേ? പറഞ്ഞു. ആരാ പറഞ്ഞത്? BJP. വല്ലതും ചെയ്തോ? ഇല്ല. ചെയ്യാത്തതിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. എന്താന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ദൈവത്തിൻ്റെ ആളുകളാണ്, അതുകൊണ്ടോ ചെയ്യാൻ അവകാശമുണ്ട്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം രാജ്യത്തെ ജനങ്ങളെ കൊള്ളിയടിച്ചൊരു ഭരണാധികാരികൾ ചരിത്രത്തിലുണ്ടോ? അതാണ് ഇന്ത്യൻ ഭരണാധികാരികൾ. ഇന്ത്യൻ ഭരണാധികാരികൾ ചെയ്യുന്നതാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും. അങ്ങനെ ജനങ്ങളെ കൊള്ളിയടിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ ഭരണത്തിന് പകരം കേരളമാണ് അതിന് ബദൽ. കേരളം, നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ബദലാണ്. നമ്മുടെ നാട് പോലെ എല്ലാ കാര്യത്തിലും ഇതുപോലെ മെച്ചപ്പെട്ടൊരു നാട് വേറെ എവിടെയുള്ളത്? എന്തിലേതെങ്കിലും സംസ്ഥാനമുണ്ടോ? ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളും പറയുന്ന കേരളം, ആ കേരളത്തിൽ നിന്ന് പോയാൽ മതി എന്നാണ്. വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുമ്പിൽ, ആരോഗ്യത്തിൽ നമ്മൾ മുമ്പിൽ, ആയുർദൈർഘ്യത്തിൽ നമ്മൾ മുമ്പിൽ, രോഗം തടുക്കുന്നതിൽ നമ്മൾ മുമ്പിൽ, രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുമ്പിൽ. അപ്പോൾ കേന്ദ്രം ആലോചിച്ച് ഇവരെ ചെരുപ്പെടുത്താൻ എന്താ വഴി എന്ന് ആലോചിക്കണം. അങ്ങനെ ഭരിച്ചു പോരണ്ട. ഭരിക്കുമ്പോൾ ഒരു സംസ്ഥാനം ഇതുപോലെ നല്ല ഭരണം നടത്തിയാൽ പിന്നെ ആ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾ എന്താ ധരിക്കുക? ഇത് പഴയതുപോലല്ല. ഇവിടെ നടക്കുന്ന ഏത് കാര്യം ലോകം മുഴുവനെത്തും. നമുക്കിപ്പോൾ എല്ലാം വാട്സപ്പില്ലേ ഉണ്ട്, ഫേസ്ബുക്കില്ലേ ഉണ്ട്, സോഷ്യൽ മീഡിയയില്ലേ ഉണ്ട്, എന്തും ജനങ്ങൾ അറിയുന്നില്ലേ ഉണ്ട്. BJPയുടെ ജാതിയുടെ പാട്ടെല്ലാവരും പാടുന്നില്ലേ ഉണ്ട്. എങ്ങനെയാ പാടുന്നത്? ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇതെല്ലാം ആള് പെട്ടെന്നറിയും. അതുകൊണ്ട് അവരെ കഥ കഴിക്കണം കേരള ഗവൺമെന്റ്. അതിനെന്താ മാർഗം? കാരണം നമ്മളിവിടെ എന്ത് വന്നപ്പോൾ നേരിട്ടല്ലോ. ഇവിടെ എന്തൊക്കെ വന്ന്, ഒന്ന് പ്രളയം വന്ന് നാട്ടില്ലേ, ഓർമ്മയില്ലേ? പ്രളയം വന്നപ്പോൾ ഒരു പ്രദേശം മുഴുവൻ മുങ്ങിപ്പോയി. പാണ്ടനാട് എന്ന് പറഞ്ഞ ഒരു പ്രദേശമില്ലേ, ആ പ്രദേശ സമ്പന്ന വീടുകൾ മുഴുവൻ വെള്ളത്തിനടിയിലായി. നമുക്ക് നഷ്ടപ്പെട്ടത് 32,000 കോടിയാണ്. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ അവിടെ എത്തിയപ്പോഴാണ് പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെയാണെന്ന് ബോധ്യായത്. ഈ ക്യാമ്പിലെത്തിയപ്പോഴാണ്. ഞാൻ നമ്മളെ ഇവിടുത്തെ ക്യാമ്പില്ലേ, വെള്ളാപ്പള്ളിയിലെ അവിടെയുള്ള ക്യാമ്പ്, വലിയ സ്കൂൾ, ആ ക്യാമ്പിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ ബിസിനസ് മുതലാളിയും അവിടുത്തെ പാവപ്പെട്ട മനുഷ്യനും ഒരുമിച്ച് അടുത്തടുത്ത് നിന്ന് ചോറ് തിന്നുകയാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ടില്ലേ, ഉള്ളിലും പോയതല്ലോ. ആ പ്രളയം വന്നപ്പോൾ നമ്മളെ നാട്ടിൽ മുഴുവൻ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു പണം, ഏത് പണവും ചെലവഴിക്കണം പ്രളയത്തിന്. 30,000 കോടിയെ ചെലവഴിച്ച് നമ്മുടെ നാട്ടിൽ. വീടുകൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, മനുഷ്യന് ഭക്ഷണം കൊടുക്കണം, മനുഷ്യന് താമസം ഒരുക്കണം. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് നേവി അയച്ചു. ആ നേവി വന്നതിൻ്റെ പൈസ പിന്നെ എഴുതി വാങ്ങി. അവരരിയും തന്ന് അരിൻ്റെ പൈസയും വാങ്ങി. ഞങ്ങളെല്ലാം ചെയ്തു. അപ്പൊ കേന്ദ്രത്തിനോട് തന്നെ പറഞ്ഞു പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അരി മോഡി വരുന്നെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. അയാൾ നേരിട്ട് കണ്ട പൈസ അനോളം തരുമായിരുന്നു. 30,000 മോഡി വന്ന് എവിടെ? കൊച്ചിയിൽ ഹെലികോപ്റ്ററിൽ കയറി നാട് ചുറ്റി എല്ലാം കണ്ട് പത്രക്കാർ പറഞ്ഞ് വലിയ സങ്കടമായിപ്പോയി, ഞാനിപ്പോൾ സഹായിക്കും. എത്രയാ ചോദിച്ചത്? 30,000. എന്താ തന്നത്? 100 കോടി. എന്ത്? പിച്ചക്കാശ്. നമ്മൾ പറഞ്ഞു നമുക്ക് വേണം പണം, വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം പാവപ്പെട്ടവന്, അതിന് പണം വേണം. ദുബായിക്കാർ പണം തരാന്ന് പറഞ്ഞ 90 കോടി വാങ്ങാൻ പാടില്ല. അപ്പൊ മന്ത്രിമാർ പറഞ്ഞു നമ്മൾ പോയിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിദേശത്ത് പോയി പണം പിരിക്കാം, ഒരുത്തരം പോകാൻ പാടില്ല, അനുവാദമില്ല. എന്താ ഉദ്ദേശിച്ച കേന്ദ്ര ഗവൺമെന്റ്? ആ
പ്രളയത്തിന്റെ പേരിൽ കേരളത്തിലെ ഗവൺമെന്റിനെ ചെരിപ്പെടുത്താനാണ് ബോധപൂർവമായിരുന്നില്ല. പ്രളയം വന്നപ്പോൾ പ്രളയത്തിൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടത് ഇടതുപക്ഷക്കാർക്ക് മാത്രമാണോ? BJP-കാരില്ലേ? ഉണ്ട്. കോൺഗ്രസ്സുകാരില്ലേ? ഉണ്ട്. UDF-കാരില്ലേ? ഉണ്ട്. എല്ലാ പാർട്ടിക്കാരുമില്ലേ? ഉണ്ട്. പ്രളയം എന്താ പാർട്ടി നോക്കി വന്നാണോ? എല്ലാം. അപ്പം മറ്റുള്ള പാർട്ടിക്കാരില്ലേ? പ്രതിപക്ഷങ്ങൾ. ഞങ്ങൾ പറഞ്ഞ പ്രതിപക്ഷത്തോട് നിങ്ങളൊന്ന് പറയും. എവിടുത്തെ BJP-കാരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് പറയും. മിണ്ടിയില്ലല്ലോ. എന്താ മിണ്ടാത്തത്? BJP ഒറ്റ വാക്ക് പറഞ്ഞില്ലല്ലോ. BJP പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റ് പിടിപ്പിലിടാതെ. എന്ത് 32,000 കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പണത്തിന് വേണ്ടി പോയി പിരിക്കാനും പാടില്ല, പണം തരൂല എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുമ്പോ ഈ നാട്ടിലെ BJP-കാരിലെ അവര് പറയണ്ടേ ഞങ്ങൾ കൂടി വേണ്ട? പറയാൻ പാടില്ല. അതിൽ മുങ്ങി മരിക്കട്ടെ കേരളത്തിലെ ഗവൺമെന്റ്. നിപ്പ എന്നൊരു രോഗം വന്നു ഇവിടെ. ലോകത്തിലെ സകല വിമാന കമ്പനിക്കാരും പറഞ്ഞു കേരളത്തിൽ വിമാനം പോണ്ട, കൊച്ചിയിലും പോണ്ട, കോഴിക്കോട്ടും പോണ്ട. നിപ്പ വന്നിരിക്കുക, പിടിച്ചാള് ചത്തുപോകും. കേരളത്തിലെ ആരോഗ്യമന്ത്രി നമ്മുടെ ശൈല ടീച്ചർ പോയി അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കുത്തിയിരുന്ന് നിപ്പ മാറോളം അവിടെ ഇരുന്നിട്ട് നിപ്പേനെ പിടിച്ച് കൊണ്ടുപോയി ഒരു കുപ്പിയിലാക്കി കുഴിച്ചിട്ടിട്ട് പറഞ്ഞു ഇനി നിപ്പ ലോകത്ത് എവിടെയും പോലും ഇവിടെ തീർന്നിരിക്കുന്നു. അല്ലേ? എന്തായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ? എന്തായിരുന്നു കോൺഗ്രസ്? എന്താ BJP? ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ വരുന്ന ദുരന്തങ്ങൾക്ക് ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി പണമില്ലെന്ന് പറയുമ്പോൾ ഫെഡറൽ ഭരണ സംവിധാനത്തെ തരേണ്ടതാരാ? കേന്ദ്രമല്ലേ? തന്നു ഒരു പൈസ ഇല്ല. എന്നാൽ മറ്റെല്ലാ സംസ്ഥാനത്തിനും വാരി കൊടുത്തു. അതിനുശേഷം നമ്മുടെ നാട്ടിൽ വന്ന് രാജ്യമാകെ വന്ന കോവിഡ് ഓർമ്മയുണ്ടല്ലോ. കോവിഡ് വന്നപ്പോ കേരളം കോവിഡിനെ നേരിടാൻ വേണ്ടി കേരളം കാണിച്ച ജാഗ്രതയില്ലേ? ലോകാരോഗ്യ സംഘടന പറഞ്ഞു കേരളമാണ് നമുക്കെല്ലാം മാതൃക. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വായ മൂടിക്കെട്ടി വീട്ടിലിരുന്നാൽ മതിയോ? അവർക്ക് ഭക്ഷണം വേണ്ടേ? അവർക്ക് സൗകര്യങ്ങൾ വേണ്ടേ? അവന് മരുന്ന് വേണ്ടേ? ഡോക്ടർമാർ വേണ്ടേ? മറ്റ് കാര്യങ്ങൾ ചെയ്യണ്ടേ? കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു എല്ലാം നിങ്ങൾ ഇതിനെ ചെയ്തുകൊണ്ട് നമ്മളൊന്നും അങ്ങോട്ടില്ല, അത് പിന്നെ പൈസ തരാന്നാണ്. പ്രധാനമന്ത്രി പിന്നെ കൃത്യമായി TV-ന് മുമ്പിൽ വരും. എല്ലാവരുമായി മൂടി കെട്ടിക്കൊള്ളണം. ഒരാളും പുറത്തിറങ്ങണ്ട. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അപകട മറ്റുള്ളവർ പകരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭയം തോന്നുന്നുണ്ടെങ്കിൽ കിണ്ണം കുട്ടിയാൽ മതി. ആരാ പറഞ്ഞേ? മോഡി. കിണ്ണം കുട്ടിയാലും തീരുവോ? മനുഷ്യന് ഭക്ഷണം കഴിക്കട്ടെ. കേരളത്തിലെ സകല മനുഷ്യർക്ക് മാത്രമല്ല ജീവികൾക്കും. ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അന്ന് വീട്ടിലാ വണ്ടിയൊന്നുമില്ലല്ലോ പോവാൻ. വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഫോണ് ഒരു വീട്ടമ്മ വിളിച്ചിട്ട് എൻ്റെ തിരുവനന്തപുരത്ത് ഒരു വീട്ടമ്മ വിളിച്ചിട്ട് പറഞ്ഞ് സാറേ ഈ പട്ടികളൊന്നും ഭക്ഷണം കിട്ടാതെ ഇവിടെ നിന്ന് ഇങ്ങനെ വിഷമിക്കുക, അത് ചത്തുപോകും. നമുക്കൊക്കെ ഭക്ഷണം തരുന്നവർക്കുണ്ട്, പട്ടികൾക്ക് ഭക്ഷണമില്ല. അപ്പോൾ വിളിച്ച് പട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒരു ജീവി പോലും ഭക്ഷണം കിട്ടാതെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഒറ്റക്ക് കിടക്കുന്ന ആളുകൾക്ക് അവർക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു കൊടുത്തു. ഇതുപോലെ ഭരിച്ചൊരു ഗവൺമെന്റ് വേറെ എവിടെയാ ഉള്ളത്? പ്രതിപക്ഷങ്ങളുടെ ജോലി എന്താ? വിമർശിക്കുക. BJP-യുടെ ജോലി എന്താ? ഗവൺമെന്റ് വിമർശിക്കുക. വിമർശനം മാത്രം കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തനമാക്കിയ പ്രതിപക്ഷ കക്ഷികളല്ലേ? ഈ കേരളം തകരുന്ന ഘട്ടത്തിൽ കേരളത്തെ രക്ഷിക്കാൻ എവിടുന്ന പണമുള്ളത്? കേന്ദ്ര ഗവൺമെന്റ് ന്യായമായും തരേണ്ട പണം തരണ്ടേ? ഞങ്ങൾ പറഞ്ഞു തരണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോവാം. ആര്? BJP-യും കോൺഗ്രസും എല്ലാം കൂടി പ്രതിപക്ഷ കക്ഷികളും. മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ച് ഒരുത്തരം വന്നില്ല. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സംസാരിക്കാം. അവിടെ പോലും സംസാരിക്കാം ഇല്ല. കേരളത്തിലെ ഗവൺമെന്റ് മന്ത്രിമാരും നേതാക്കന്മാരും അവിടെ പോയി സമരം നടത്തി ഡൽഹിയിൽ. കേന്ദ്ര മന്ത്രിമാരുണ്ടല്ലോ ഇവിടെയുള്ള മന്ത്രിമാര്. മുരളീധരൻ എന്താ പറഞ്ഞെന്നറിയോ? മുരളീധരൻ പറഞ്ഞ കേരളത്തിന് കൃത്യമായി കണക്ക് പറഞ്ഞ എല്ലാം കൊടുത്തു, ഒന്നും കൊടുക്കാനില്ല. നിർമ്മല സീതാരാമൻ എന്നൊരു മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി. അവരൊന്നും ഒറ്റ പൈസയും കൊടുക്കാനില്ല. ഇപ്പോഴും 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തു.
കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെതിരായ സുപ്രീം കോടതി കേസ് കൊടുത്തു. നമുക്ക് ന്യായമായും തരാനുള്ള പൈസ തന്നിട്ടില്ല. സുപ്രീം കോടതിയിലെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി വക്കീൽ പറഞ്ഞു, കേസ് നമുക്ക് കോടതിയിൽ വേണ്ട, നമുക്ക് തമ്മിൽ സംസാരിച്ച് തീർക്കാം. 13,8 കോടി രൂപ ഇപ്പൊ തന്നേക്കാം. 13,8 കോടിയായി ഇപ്പൊ തരാന്ന് പറഞ്ഞത് നിങ്ങൾ നിസ്സാര കാര്യമല്ല. എന്താ കോൺഗ്രസ്സുകാർ മിണ്ടാത്തത്? എന്താ UDF മിണ്ടാത്തത്? ഇവിടെ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിങ്ങൾ വേറെ വാങ്ങിക്കോ. തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. പക്ഷെ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ പണം തരേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് നിർവഹിക്കാതെ കേരളത്തിലെ ഗവൺമെന്റിനെ ഇതുപോലെ ഇവിടുന്ന് ഞെരുക്കി കൊല്ലാമെന്ന് ധരിക്കുമ്പം അതിന്റെ കൂട്ടുനിൽക്കല്ലേ നമ്മുടെ സാക്ഷാൽ UDF BJP കൂട്ടുനിൽക്കല്ലേ? അതല്ലേ തെരഞ്ഞെടുപ്പ് കാലത്തിന് ഈ ഇടതുപക്ഷ മുന്നേ ശരിപ്പെടുത്താൻ ഇതല്ലേ വഴിയെന്നല്ലേ? പിന്നെ ദിവസേന ഓരോന്ന് TV-ൻ്റെ അകത്ത് വരുന്നുണ്ട്. അതൊക്കെ തീർത്തോട്ട്. ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ എപ്പോ ഈ ED ഇത്ര വലിയ പ്രിയപ്പെട്ടതായെന്ന് എനിക്കറിയില്ല. കാരണം കോൺഗ്രസ് നേതാവ് ചിദംബരത്തെ 11 മാസം പിടിച്ചു വെച്ചതാ ED. എനിക്ക് നല്ല ബന്ധമുള്ള ചിദംബരം. ഞാൻ ചിദംബരത്തോട് പറഞ്ഞാൽ നിങ്ങൾ സുപ്രീം കോടതി വലിയ വക്കീലല്ലേ, ED 11 മാസത്തിൽ പിടിച്ചു വെച്ച എന്നോട് പറഞ്ഞു, പന്നിയഞ്ചി ഇതാണ് ED. ആരെ വേണമെങ്കിലും അകത്താക്കാൻ വേണ്ടി നിയമം ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നത്. ഭരണഘടനയില്ല, നിയമവുമില്ല, എന്തും ചെയ്യാൻ വേണ്ടി മടിക്കാത്തൊരു കേന്ദ്ര ഭരണാധികാരികൾ. അവർക്ക് നോട്ടപ്പുള്ളി കേരളം മാത്രമാണ്. കേരളം മാത്രമാണ് അവർക്ക് നോട്ടപ്പുള്ളി. കേരളത്തെ ശരിപ്പെടുത്തണം. അതിന്റെ കൂട്ടുനിൽക്കാൻ സാക്ഷാൽ ഇവിടുത്തെ UDF-ഉം BJP കൂടി ഒരുമിച്ച് കേരള ഗവൺമെന്റ് ശരിപ്പെടുത്താൻ എന്താ വഴിയുന്ന? അതത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ജനങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നയവും നമ്മളുള്ള സമീപനവും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെതിരായ 2 സുപ്രീം കോടതി വിധി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു വിധി ശ്രദ്ധിച്ചോ? ഇലക്ടോറൽ ബോണ്ട് ഏർപ്പാട് പറ്റൂല എന്നാ. എന്താ ബോണ്ട് എന്ന് പറയുന്നത്? മുതലാളിന്റെ കയ്യിൽ നിന്ന് കാശും കൊണ്ട് നേരെ വാങ്ങുന്ന ബോണ്ടിൽ 6,442 കോടിയാണ് BJP കിട്ടിയ ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വലിയ മുതലാളിമാർ കൊടുക്കുന്ന കൈക്കൂലിയാണ്. കിട്ടിയല്ലോ. ഇടതുപക്ഷ പാർട്ടികൾ, നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒറ്റ പൈസയുമായില്ല, നമ്മൾ മുതലാളിമാരുടെ പൈസയുമായില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഇത് വരുന്നത് BJPക്ക് എന്നും കണ്ണിലെ കരടാണ്. കാരണം എന്താ? ഈ മുന്നണിയുടെ ഭരണത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അവനെതിരായി വരിക. കാരണം എന്താ പറയുക? ഇപ്പൊ നിങ്ങളുണ്ടല്ലോ, 14 മാസമാണ് നമ്മുടെ നാട്ടിലെ കർഷകർ സമരം നടത്തിയത്. 14 മാസം നടത്തിയ സമരത്തിൽ അവസാനം കേന്ദ്ര ഗവൺമെന്റ് കർഷകരുമായി ധാരണയുണ്ടായി. എന്തിനാ അവർ സമരം നടത്തിയെന്നറിയോ? അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില കിട്ടണം. കിട്ടിയ വിലയുണ്ട്, അതിൽ വർദ്ധിപ്പിച്ച് കിട്ടണം. കേന്ദ്ര ഗവൺമെന്റ് എഴുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കി, നടപ്പിലാക്കിയില്ല. ഇപ്പൊ വീണ്ടും അവർ വന്നിരിക്കുക. ഇന്നലെ മെനഞ്ഞാന്നൊരു കർഷകനെ വെടിവെച്ചു കൊന്ന്, ചെറുപ്പക്കാരനാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട 2 വിഭാഗമാണ് നമ്മളെ പട്ടാളക്കാരും നമ്മളെ കൃഷിക്കാരും. കാരണം നമുക്ക് അന്നം തരുന്ന കൃഷിക്കാരല്ലേ, നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്ന പട്ടാളക്കാരും. ആ കൃഷിക്കാരെയും പട്ടാളക്കാരെയും നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഏർപ്പാടാ ഇപ്പൊ ഡൽഹിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രാക്ടറുമായി ഒന്ന് സമരം നടന്ന കൃഷിക്കാരെ നേരിടാൻ പട്ടാളക്കാർ വിളിച്ചിരിക്കുക. അതൊരു IAS ഓഫീസർ പറഞ്ഞു, എനിക്ക് IAS ആയിട്ട് ഇരിക്കാൻ കഴിയില്ല, കാരണം ഞാനൊരു കൃഷിക്കാരന്റെ കുടുംബത്തിൽ വന്നതാ. പട്ടാളക്കാരെ അയക്കുന്നു ഇവിടുത്തെ കൃഷിക്കാരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി. അതാ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ. ആ ഭരണാധികാരികൾക്ക് ഇത്തരം നയങ്ങൾക്കെതിരായി രാജ്യമാകെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി ഒരു വാക്കും പറയാതെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ജാഥ നടക്കുന്നുണ്ട്. എന്താ അഗ്നി? എന്താ ഇതിന്റെ പേര്? സമരാഗ്നി ജാഥ. ആര്? UDF.
എന്ത് പറയാനാ ജാഥയെ കുറിച്ച്? സമരാജ്ഞ ജാഥ നടത്ത UDF ആർക്കെതിരായിട്ടാ? കേന്ദ്രത്തെ പറ്റി ഉണ്ടോ നിങ്ങൾ? ഇല്ല. മാത്രമല്ല, ഈ പറയുന്ന UDF ആത്മാർത്ഥമാണോ? എനിക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ പാർലമെന്റ് സ്തംഭിപ്പിച്ചു 2007. എന്തിനാണെന്നറിയോ? സേലം ഡിവിഷൻ വരുന്നു നമ്മുടെ നാട്ടിനെ മുറിച്ചുകൊണ്ട്, റെയിൽവേ ഡിവിഷൻ. ഞങ്ങൾ കേരളത്തിലെ 19 ഇടതുപക്ഷ MP-മാരുണ്ടായിരുന്നു. ഞങ്ങൾ കുത്തിയിരുന്നു. ഞങ്ങൾ പറഞ്ഞു പാർലമെന്റ് നടത്താൻ വിടില്ല. ഒടുവിൽ സോണിയാഗാന്ധി മധ്യസ്ഥം പറഞ്ഞു. സോണിയാഗാന്ധി പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സോണ് തരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഡിവിഷൻ ഇപ്പൊ ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അതിനെന്താ പരിഹാരമുള്ളത്? നമ്മൾ ഒരു സോണ് വേണം. സോണിപ്പോ തരാൻ കഴിയില്ല. നിങ്ങൾക്ക് വേറെ എന്താ വേണ്ടെന്ന് പറയാം. ഞങ്ങൾ പറഞ്ഞു നേരത്തെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, കോച്ച് ഫാക്ടറി പാലക്കാട്ട്. കിട്ടിയില്ല. കോച്ച് ഫാക്ടറി തരാം. ഞങ്ങൾ പറഞ്ഞു അത് മാത്രം പോരാ. കോച്ച് ഫാക്ടറി പറഞ്ഞിട്ടിപ്പം 10 വർഷമായി. അതിന് ബോണസ് കൊടുത്തരണം. അതുകൊണ്ട് ചേർത്തലൊരു വാഗൺ ഫാക്ടറിയും 2 കൂടി വന്നാൽ എത്രയെന്നറിയോ? 2 കൂടി വന്നാൽ ഏതാണ്ട് 25,000 ആളുകൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു സ്ഥാപനങ്ങളാണ് 2 സ്ഥാപനങ്ങൾ. ആരാ വാഗ്ദാനം ചെയ്തത്? കോൺഗ്രസ്. ആരാ ഭരിക്കുന്നത്? മൻമോഹൻ സിംഗ്. ഇടതുപക്ഷോ 2008 വിട്ട്, അതിനുശേഷം ഒരൊറ്റക്ക് ഭരിച്ചു. ഈ 5 വർഷക്കാലം കേരളത്തിൽ ഇന്ത്യ കേന്ദ്രം ഒറ്റക്ക് ഭരിച്ച കോൺഗ്രസ്, മൻമോഹൻ സിംഗ്. ഈ കേരളത്തിലെ കോൺഗ്രസ് MP-മാർക്ക് എന്താ അറിയില്ല? ഇത് ഈ വാഗ്ദാനം അവർക്ക് അറിയില്ലേ? കേരളത്തിന് ലഭിച്ചിരിക്കുന്ന കോച്ച് ഫാക്ടറിയും വാഗൺ ഫാക്ടറിയും വരുത്തുന്നതിന് വേണ്ടി ഈ കോൺഗ്രസ് നാവനക്കിയോ? ഒരു വാക്ക് പറഞ്ഞു ഈ കോൺഗ്രസ്സുകാരി? തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിന് വേണ്ടി ഇപ്പൊ വരാൻ വലിയ ആവേശമുണ്ടല്ലോ. കേരളത്തിലെ പാവപ്പെട്ടവന് ജോലി കിട്ടാനുള്ള നമ്മളെ വാഗൺ ഫാക്ടറി, അതാണ് കോച്ച് ഫാക്ടറി. ആ 2 കേരളത്തിന് വാഗ്ദാനം ചെയ്ത് നടപ്പിലാക്കാത്ത കോൺഗ്രസ്സുകാർ BJPയും കോൺഗ്രസും വല്ല വ്യത്യാസമുണ്ട്? ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് അവർ രണ്ടും തമ്മിൽ വല്ല ഐക്യ. എന്താ ഐക്യം? രണ്ടാളും ഒരേ മനസ്ഥിതിക്കാരാ. 2 പേർക്കും എന്താ? ഭരിച്ചാ മതി. കോൺഗ്രസിന് പിന്നെ വലിയ പ്രശ്നം തന്നെ വെച്ചവർക്ക് ഭരണം നഷ്ടപ്പെട്ടതിന് വിഷമം മാറുന്നില്ല. കാരണം 5 വർഷം മാറി മാറി വരുന്നല്ലേ. കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ് വീണ്ടും ജനങ്ങൾ തെരഞ്ഞെടുത്തല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ. ആ തെരഞ്ഞെടുത്ത കാലം നിങ്ങൾ ആലോചിക്കണം. ആ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രസിഡന്റ് എന്തായിരുന്നു? ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി കൊണ്ടുപോയി. എവിടെ പോയി ബിരിയാണി ചെമ്പ്? എന്തൊക്കെ പ്രചരണമായിരുന്നു നമ്മുടെ നാട്ടിൽ വന്നത്? ബിരിയാണി ചെമ്പിൽ ആ സ്വർണം കടത്തി കൊണ്ടുപോകുന്ന ജനങ്ങളോ വോട്ട് ചെയ്ത്. ആർക്ക്? ഇടതുപക്ഷത്തിന്. ജനങ്ങൾക്കോ അറിയാം. കാരണം എന്താ? നുണയാന്ന്. ഏത്? ബിരിയാണി ചെമ്പ്. എന്നിട്ടോ വോട്ട് ജനങ്ങൾ ചെയ്ത്. ജനമെന്താ? തെരഞ്ഞെടുത്ത്. ആരെ? ഇടതുപക്ഷത്തെ. ഇപ്പം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശരിപ്പെടുത്താൻ എന്താ വഴിയെന്ന് ആലോചിക്കുക. 2 കൂട്ടരും ചേർന്നിട്ട് 2 കൂട്ടരും ഒരേ തരത്തിൽ ചിന്തിക്കുക. അതുകൊണ്ട് മുമ്പിൽ തെരഞ്ഞെടുപ്പാണ്. സഖാവ് MK രഘുവിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ആലോചിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പിലേക്ക് പോകുമ്പോൾ സഖാക്കളെ, നമ്മളെ മനസ്സുണ്ടാവിടെ നമ്മളെ നാടാണ്. നമ്മുടെ നാടിന്റെ നിലനിൽപ്പാണ്, നാട്ടിന്റെ വളർച്ചയാണ്. ആ വളർച്ചയ്ക്ക് വേണ്ടി നാട്ടിൽ നടക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് വഴിയിലേക്ക് നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ വരണം. മാത്രമല്ല, രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്നത് ജനങ്ങൾക്ക് വേണ്ടി പോരാടുക മാത്രമല്ല, മതനിരപേക്ഷത സംരക്ഷിക്കുന്ന ആളുകളായിരിക്കണം. കേരളത്തിൽ പാർലമെന്റിലേക്ക് പോകുന്ന ആളുകൾ മൃദു ഹിന്ദുത്വ സമീപനമുള്ള ആളുകളെ നമുക്ക് അയച്ചുകൂടാ. കോൺഗ്രസ് ചാഞ്ചാട്ടക്കാരാണ്. കോൺഗ്രസിന് ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എനിക്ക് ഓർമ്മയുണ്ട് 2008 നമ്മൾ പാർലമെന്റിലുള്ളപ്പം കേരളത്തിലെ 19 MP-മാരും കൂടി ഫ്ലൈറ്റ് പോയിട്ട് ഇറങ്ങിയ ഡൽഹിയിൽ. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ആരും വന്ന് കണ്ടില്ലേ? എന്ത്? ഇപ്പൊ റേറ്റ് 34 കോടിയാ ഒരു പാർലമെന്റ് മെമ്പർക്ക്. കാരണം കോൺഗ്രസിന് വേണ്ടി അന്ന് മെമ്പർമാരെ പിടിക്കുക, പാർലമെന്റ് മെമ്പർമാരെ. കേരളത്തിലെ 19 മെമ്പർമാർ ഒരു മെമ്പറെ പോലും പിടിക്കാൻ കിട്ടിയില്ല. കാരണം എന്താ? ഞങ്ങൾ പറഞ്ഞു അവരാരും ഇങ്ങോട്ട് വരില്ല, തീക്കട്ട കുറുമ്പരിക്കില്ലല്ലോ. എന്നാ കോൺഗ്രസ്സുകാരെ പേര് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. പലരും മാറുന്നില്ലേ? ഉണ്ട്. കോട്ടത്തോടെ മാറുന്നില്ലേ? ഉണ്ട്.
ദിവസേന മാറിക്കൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിമാരായിരുന്നോണ്ട് മാറുന്നില്ലേ? ഉണ്ട്. MP മാരായിരുന്നോണ്ട് മാറുന്നില്ലേ? ഉണ്ട്. മറ്റു വലിയ നേതാക്കന്മാർ മാറുന്നില്ലേ? ഉണ്ട്. എന്തിനാ മാറുന്നത്? നിലനിൽപ്പിന് വേണ്ടി. ആരുടെ നിലനിൽപ്പ്? അയാളുടെയും കുടുംബത്തിൻ്റെയും. അതിനോ ഓർ മാറിക്കൊണ്ടിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് കാലുമാറ്റക്കായി ഈ നാട്ടിൽ നിന്ന് ഓടിച്ച പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മളോട് കളി വേണ്ട. സഖാവ് രഘുവിനെ പോലുള്ള വിപ്ലവകാരികൾ നമ്മുടെ നാട്ടിൽ ജനസേവനത്തിന്റെ വഴിയിൽ അവർ കാണിച്ച നേരിന്റെ പാത നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ദിവസത്തിൽ പ്രതിജ്ഞയെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.